ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയനാടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു വയനാട്ടുകാരി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത് നമുക്ക് ഓരോരോ കഥകളിൽ നിന്ന് തന്നെ എന്നെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ പേരോ വിവരോ എൻ്റെ ഫാമിലിയിലെ ഡീറ്റെയിൽസോ ഒന്നും ഞാൻ പറയാതിരുന്നത് കേട്ടോ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഈ ഇടയ്ക്ക് അഖിൽ മാരാർ നമ്മളുടെ പ്രസവിച്ച സ്ത്രീകളെക്കുറിച്ച് അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഭയങ്കര വൈറലായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നതായിരുന്നു. പലരും വിമർശിച്ച് കമൻറ്റും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ചല്ല കേട്ടോ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഒരു വിഷയം നടക്കുന്ന സമയത്ത് അഖിൽ മാരാർ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ചിലവുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാവരെയും പറഞ്ഞ് ഭീതിപ്പെടുത്തിയിട്ട് ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുന്നു, ഒരുപാട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഈ ഒരു വിഷയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആരും തന്നെ പറയാത്തൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, കൂടുതൽ പേര് കേട്ടോ, ഞാൻ എല്ലാവരുടെ ഒന്നും കണ്ടിട്ടില്ല, പക്ഷേ പ്രോമിനൻ്റ് ആയിട്ടുള്ള 1-2 വ്ളോഗേഴ്സിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള വ്ളോഗ്സാണ് ഷെയർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അപ്പോൾ സാധാരണക്കാരുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. അതായത് എനിക്കും ഇതേ ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഇവിടെ പോയാലാണ് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കെയറൊക്കെ കിട്ടുള്ളൂ. പൊതുവേ അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ നമ്മുടെ എല്ലാവരുടെ ഇടയിൽ. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് അനാവശ്യമായിട്ട് പൈസ ചിലവാക്കേണ്ട സിറ്റുവേഷനും വരുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് എമൗണ്ടിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നമുക്കിവിടെ നമ്മളുടെ കേരളത്തിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഗവൺമെൻറ് സെക്ടേഴ്സ് ഭയങ്കര അടിപൊളിയാണെന്നുള്ളതാണ്. സ്കൂൾസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, മൊത്തം ഫ്രീ ആണെന്നുള്ള കാര്യം ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിച്ചൊരു കാര്യമായിരുന്നു. ഇനി ആൾക്കാർക്ക് അറിയില്ലഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എൻ്റെ ഒരു കഥ, എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. റീസെൻ്റ്ലി ഞാനിപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ. 3 months ആയിട്ടേ ഉള്ളൂ ഡെലിവറി കഴിഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഈ 2 ഗർഭകാലഘട്ടവും പ്രസവവും അതിനുശേഷമുള്ള ട്രീറ്റ്മെൻറ്റും കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റും ഒക്കെ തന്നെ എടുത്തിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ്. അതും വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മുടെ വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഇഷ്യൂസ് നടന്നിട്ടുള്ള, വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം വാർത്തേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ വയനാടിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് വാർത്തകളിൽ നിന്നായിരിക്കും. അത് ST വിഭാഗക്കാരുടെ കാര്യങ്ങളായിരിക്കും കേട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കാട്ടാന അല്ലെങ്കിൽ വന്യമൃഗശല്യമായിരിക്കും കേട്ടിട്ടുണ്ടാവുകയാണ്. പിന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസാണ് ഈ പറയുന്ന വയനാട്ടിലെ മെഡിക്കൽ കോളേജ്. അവിടുത്തെ പ്രശ്നങ്ങളാണ് എപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു നാട്ടുകാരി ആയതുകൊണ്ട് തന്നെയും അവിടെ ചെറുപ്പം മുതലേ പോകുന്നത് കൊണ്ട് തന്നെയും എനിക്ക് അവിടുത്തെ പോസിറ്റീവ്സും അറിയാം. പ്രശ്നങ്ങളില്ല എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, പ്രശ്നങ്ങളുണ്ട്, തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും അവിടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് എൻ്റെ ചെറുപ്പം മുതലുള്ള അനുഭവത്തിൽ നിന്ന് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടായ ഹോസ്പിറ്റലാണ് കേട്ടോ അത് അന്നത്തെ കാലഘട്ടത്തിലൊരു ജില്ലാ ആശുപത്രിയായിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയായിരുന്നു. അതിനുശേഷം ഇപ്പം മെഡിക്കൽ കോളേജായിട്ട് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഒരു 30 കൊല്ലത്തെ ബന്ധം ഈ പറയുന്ന ഹോസ്പിറ്റലുമായിട്ട് ഉണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ട സമയത്ത് എൻ്റെ അമ്മ തിരക്കുള്ള ഒരാളായതുകൊണ്ട് തന്നെ എന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 തവണ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഈ പറയുന്ന മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെയാണ് അതിനുശേഷം സ്ഥിരമായിട്ട് എന്നെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പം ഞാൻ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എല്ലാ ട്രീറ്റ്മെൻറ്റിനും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടുണ്ട്. ന്യൂമോണിയ വന്നിട്ടുണ്ട്, ടൈഫോയിഡ് വന്നിട്ടുണ്ട്, അലർജി ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകും. അപ്പം എനിക്കുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ ഡെലിവറീൻ്റെ, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തും എനിക്ക് നിർബന്ധമായിരുന്നു എനിക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ പോയാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനൊരു ഗവൺമെൻറ് സെക്ടറിൽ പോയിട്ടുള്ള ശീലം ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് മെഡിസിൻസ് ഒക്കെ കുറച്ച് ഓവർഡോസ് ആയിട്ട് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് എൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ. അതായത് പലപ്പോഴായിട്ട് എനിക്ക് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമുക്കറിയാം, ആൻറ്റിബയോട്ടിക് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു 3 ദിവസവും 4 ദിവസവും ഒക്കെ നമുക്ക് പനിയോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഡോക്ടറെയൊക്കെ കാണിച്ച് പിന്നെയും അവർ പറയുന്ന മെഡിക്കേഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം മാറുന്നില്ലെങ്കിലാണ് നമ്മൾ ആക്ച്വലി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ
നമ്മളൊരു കുട്ടീനെയും കൊണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ്. അവിടെ ചെല്ലുന്ന പാടെ നമുക്ക് ആൻറ്റിബയോട്ടിക് തരും, കുട്ടീൻ്റെ അസുഖം പെട്ടെന്ന് കുറയും. പക്ഷെ അത് മെഡിക്കൽ പ്രോട്ടോക്കോളിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ്. നേരെ പക്ഷേ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവരിപ്പോൾ നമ്മൾ പനിയായിട്ടാണ് പോകുന്നത്, ആദ്യമേ നമുക്ക് പാരസെറ്റമോൾ മാത്രമായിരിക്കും അവർ തരുന്നത്. ഇനിയിപ്പം എന്തെങ്കിലും ജലദോഷം കൊണ്ടുള്ള പനിയാണെങ്കിൽ നമുക്ക് നേസൽ ഡ്രോപ്സും തരുമായിരിക്കും. അങ്ങനെ തന്നിട്ട് ഇത് മാറുന്നുണ്ടോ എന്ന് അവർ നോക്കും. അപ്പോൾ അവർ പറയും ഒരു ഇത്ര ദിവസം കഴിഞ്ഞ് വരാൻ. ആ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല, കാരണം നമുക്കൊരു മെനക്കേടാണല്ലോ പിന്നീട് ഹോസ്പിറ്റലിൽ പോകാന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താക്കും, നമുക്ക് കൂടുതൽ താല്പര്യം പെട്ടെന്ന് മാറുന്ന, ഒറ്റ തവണ കൊണ്ട് പോയിട്ട് മാറുന്ന ഹോസ്പിറ്റലിൽ പോകാനായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയും എന്താ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മരുന്ന് നല്ലതല്ല, അവിടെ ചികിത്സ നല്ലതല്ല. പക്ഷെ ആക്ച്വലി അവർ ചെയ്യുന്നത് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് നമുക്ക് മെഡിസിൻ തരുന്നത്. അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ജലദോഷം നമുക്ക് കുറയ്ക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണോ, അതായത് ദീർഘകാലത്തിലേക്ക് നോക്കുമ്പം അത് നല്ലതാണോ എന്ന് ആലോചിച്ചിട്ടാണ് നമുക്ക് അവർ മെഡിസിൻസ് തരുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു കുട്ടി ഫോം ആയിട്ടുണ്ടെങ്കിൽ, അതായത് വയറ്റിനുള്ളിൽ ഒരു ഗർഭസ്ഥ ശിശുവായിട്ട് ഫോം ആയാൽ തന്നെ ആ കുട്ടി ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി കൂടിയാണ്, അതായത് ഒരു സിറ്റിസൺ ആണ്. ആ സിറ്റിസണ് 14 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്തായാലും ഇത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. 14 വയസ്സ് വരെ കുട്ടികൾക്ക് മരുന്നും കാര്യങ്ങളും ഒക്കെ ഫ്രീ ആണ്. അതേപോലെ എഡ്യൂക്കേഷനും എന്താണ് ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. ഇത് പലർക്കും അറിയാത്തൊരു സത്യമാണെന്ന് തോന്നുന്നു. OP ഷീറ്റിന് പോലും നമ്മൾ ആക്ച്വലി ഒരു 5 റുപ്പീസ് അല്ലാത്തവർ കൊടുക്കണം, പക്ഷെ അതുപോലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റുകൾ, സ്കാനിങ്, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മളെ കാലം കഴിഞ്ഞു പോയിട്ടൊന്നുമല്ല അവർ സ്കാൻ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ അവർ നമുക്കൊരു ഡേറ്റ് തന്ന് നമുക്ക് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് പുറത്തു പോകാൻ സാധിക്കുമെങ്കിൽ 700 രൂപ കൊടുത്താൽ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് അപ്പം തന്നെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് സ്കാൻ ചെയ്ത് നമുക്ക് കാണിക്കാവുന്നതുമാണ്. അതും അവിടെ അക്സെപ്റ്റബിൾ ആണ്. നമുക്ക് ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ട ആവശ്യം വരും, വാക്സിനേഷൻസ്. അപ്പോൾ അതെടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ആശാ വർക്കർമാർ നമുക്ക് കാൽഷ്യം ടാബ്ലറ്റ്, ഫോളിക് ആസിഡ്, അയൺ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് അവർ നമുക്ക് തരുന്നതായിരിക്കും. ഇനി നമ്മൾ ഡെലിവറീൻ്റെ ഒരു സമയത്തേക്ക് വരികയാണെങ്കിൽ നമ്മളോട് ഒരു ഡേറ്റ് പറയും, നമ്മളവിടെ പോയി അഡ്മിറ്റ് ആകുന്നു. ആക്ച്വലി ഈ പറയുന്ന മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. നിയോനാറ്റൽ കെയറും അതേപോലെ തന്നെ പ്രഗ്നൻസി കെയറാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ടൊരു ബിൽഡിംഗ് പണിതിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡെലിവറിക്ക് പോകുമ്പോൾ അത് പണിതിട്ട് അധിക വർഷമൊന്നും ആയിട്ടില്ല, അതായത് 1 വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യവും നല്ല വൃത്തിയുണ്ട്. ഇനി വൃത്തികേടാക്കുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ്. അത് നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള സിവിക് സെൻസിൻ്റെ പ്രശ്നമാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു കഥയായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ചെന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല 3 നേരം വെച്ചിട്ട് അവിടെ ക്ലീനിങ് സ്റ്റാഫ് വന്നിട്ട് ക്ലീൻ ചെയ്യും. പക്ഷേ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ലീൻ ചെയ്ത് മാറുമ്പോഴത്തേക്കും നമ്മൾ ആൾക്കാർ എന്താക്കും, അത് വൃത്തികേടാക്കും. അപ്പോൾ ആരുടെ പ്രശ്നമാണ്? ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോ? ഇത് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളിത് ചെയ്യില്ല. നമുക്ക് കുറച്ചൊരു പേടിയോ ടെൻഷനോ ബഹുമാനോ എന്തോ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ വൃത്തികേടാക്കിയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ അവർ വൃത്തിയാക്കി പോകുന്നു, വൃത്തികേടാക്കുന്നു. അവിടെ അഡ്മിറ്റായിട്ട് പിന്നെയുള്ള പൊതുവേ ഉള്ളൊരു പേടിയുള്ളൊരു കാര്യമാണല്ലേ. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ആ പേടി. അതായത് അവർ വഴക്ക് പറയുമോ, സിസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുമോ, ബഹളം വെക്കുമോ, അങ്ങനെയുള്ള ടെൻഷൻ. അതായത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടും പ്രസവവേദന വന്ന് നമ്മൾ കരയും, ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള നേഴ്സുമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന നിയോനാറ്റൽ കെയറിനും അത് മേലെ NICU ഉണ്ട് കേട്ടോ. അതായത് 2nd ഫ്ലോറിൽ NICU ഉണ്ട്. ഇനി താഴെ നമ്മുടെ ലേബർ റൂമും സിസ്റ്റേഴ്സ്, അവർ എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് ആണെന്ന്. അവർക്ക് വേറെ യൂണിഫോം ഒക്കെ തന്നെയാണുള്ളത്. അതായത് നോർമലി ഉള്ള സിസ്റ്റേഴ്സിൻ്റെ വൈറ്റ് അല്ല, ഒരു ലൈറ്റ് ബ്ലൂ കളർ യൂണിഫോം ആയിരുന്നു. അതല്ലാതെ അവർ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു യൂണിഫോമിലാണ് അവരെ കാണപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അവർ അതിന് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലൈസ് ആയിട്ടുള്ള നഴ്സുമാരെയാണ് ഈ പറയുന്ന ലേബർ റൂമിൽ വെച്ചിട്ടുള്ളത്. 40 വീക്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അഡ്മിറ്റ് ആയപ്പം എനിക്ക് പെയിൻ വരുന്നില്ല. ആദ്യം നമുക്ക് ആവണക്കണ്ണ തരും. നമ്മളെ ആവണക്കെണ്ണ കുടിപ്പിക്കും അവർ. എന്നിട്ട് അപ്പോൾ നമ്മുടെ ബോവൽ മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ വയറ്റിനകത്തുള്ള മൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യും, കൂടും. നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ തുടങ്ങും. അതൊന്ന് വയറ് ക്ലീൻ ചെയ്യാനും ഇനി ആ ഒരു നമ്മുടെ വയറ്റിനകത്തുള്ള മൂവ്മെൻറ്റ്സ് കൂടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഗ്രാജുവലി അത് നമ്മുടെ യൂട്രസിന് കോൺട്രാക്ഷൻ ഉണ്ടാക്കാനും സഹായിക്കും. അപ്പം അത് നോക്കും അവർ.
അപ്പോൾ ആവണക്കെണ്ണ കുടിച്ചിട്ട് നമുക്ക് മാറ്റമൊന്നും വരുന്നില്ല എങ്കിൽ നമ്മുടെ വയറ് ക്ലീൻ ആകും. അതിനുശേഷം അവർ എനീമ വെക്കും നമുക്ക്. അപ്പോൾ എനീമ വെക്കുമ്പോഴും സെയിം സാധനം തന്നെയാണ്. അതായത് നമ്മുടെ വയറ് നന്നായിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വയറ് ഇളകുന്ന സമയത്ത് നമുക്ക് പെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് നമുക്ക് പെയിൻ വന്നില്ലെങ്കിൽ അവർ നമുക്ക് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യും പെയിൻ വരാനുള്ള. അങ്ങനെ ഈ ടാബ്ലറ്റ് ഒരു മൂന്നോ നാലോ ആണോ എൻ്റെ കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ കഴിച്ച് കഴിയുന്നതിന് 4 പ്രാവശ്യം തോന്നുന്നു മാക്സിമം കഴിക്കുന്നത്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവർ സിസേറിയൻ ആണോ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. അങ്ങനെയുള്ള എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെയിൻ വന്നതുകൊണ്ട് ബാക്കിയുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് വേദന വന്നിട്ടില്ലെങ്കിൽ എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് വേദന വന്നു. എനിക്ക് 3 ഗുളിക ഫസ്റ്റത്തെ ഡെലിവറിയിൽ എനിക്ക് 3 പ്രാവശ്യം ടാബ്ലറ്റ് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ സ്റ്റാർട്ടായി. പക്ഷേ പെയിൻ എനിക്ക് പ്രോഗ്രസ് ചെയ്യുന്നില്ല. അതായത് പെയിൻ ഉണ്ട്, പക്ഷെ കൂടുന്നുമില്ല, ഓപ്പണിങ് വലുതാവുന്നുമില്ല. അങ്ങനെ എനിക്ക് ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ട്രിപ്പ് ഇട്ടു. അതായത് ഹോർമോൺ ഇഞ്ചക്ഷൻ ഇട്ടു. അങ്ങനെ ഹോർമോൺ ഇഞ്ചക്ഷൻ ഇട്ടതിന് ശേഷം എനിക്ക് വികസിച്ചു. അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് 18 മണിക്കൂറാണ് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അവർ വെയിറ്റ് ചെയ്യുക നമുക്ക് ഡെലിവറി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് രാവിലെ ഒരു 6:30ക്കാണ് പെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 6:30ക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 12:30 ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴാണ് എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചത്. ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് അത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസുകളെക്കുറിച്ച് ഞാൻ ഫസ്റ്റും സെക്കൻഡും ആയിട്ടുള്ള വേറൊരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും ഇതും കൂടെ ഞാൻ സംസാരിച്ചാൽ വലിയ സ്റ്റോറി ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 12:30 ആയപ്പോൾ എനിക്ക് പെയിൻ ഇഞ്ചക്ഷൻ വെച്ച് കൂടുതൽ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. 5:20 ആയപ്പോഴായിരുന്നു ഡെലിവറി ആയത്. വളരെ നല്ല. ഞാൻ കാറി പൊളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ എന്നെ ഒന്ന് രക്ഷിക്ക് സിസ്റ്ററേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഭയങ്കര കാം ആൻഡ് കൂളായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര കാര്യമായിട്ട് മൈൻഡ് ചെയ്യില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഓക്കെ എന്തായാലും വേദന വരും, കരയും, അപ്പോൾ അവർ കരയട്ടെ, അവർ സമാധാനമായിട്ട് കരയട്ടെ എന്നുള്ള രീതിയിൽ അവരവരുടെ വർക്ക് എടുക്കുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, നമ്മളോട് എന്തെങ്കിലുമൊക്കെ കോമഡി രീതിയിലൊക്കെ സംസാരിക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മുടെ പങ്കാളിനെ, എല്ലായിടത്തും എനിക്കറിയില്ല കേട്ടോ, നമ്മുടെ ജനന പങ്കാളിനെ, അതായത് നമ്മുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ പാർട്ട്ണറെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പ്രസവ സമയത്ത് നമുക്ക് കൂടെ നിർത്താൻ സാധിക്കും. അതേപോലെ അവരിടയ്ക്ക് നമ്മുടെ അമ്മമാരെയൊക്കെ കയറ്റി വിടുന്നുണ്ട്, നമുക്ക് ചായ തരാനും ഫുഡ് തരാനൊക്കെ വേണ്ടിയിട്ട് ആളെ വിടുന്നുണ്ട്. നമ്മളെ സമാധാനിപ്പിക്കാൻ അവർ മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അമ്മമാരെ ഇടയ്ക്ക് കൂടെ നിർത്തി തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സമാധാനം ആവില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വേണമെങ്കിൽ അവർ കൂടെ നിർത്തി തരുന്നതിന്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അങ്ങനെ ഞാൻ പ്രസവിച്ചു. രണ്ടാമത്തേൽ എനിക്ക് ഇത്രയൊന്നും ആവശ്യം വന്നില്ല, കാരണം ഞാൻ പെട്ടെന്ന് ഡെലിവറി ചെയ്തു. അപ്പം ഈ 2 പ്രാവശ്യവും ഞാൻ അവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റത്തെ എൻ്റെ ബേബീനെ NICUവിൽ വെക്കേണ്ട വന്നിട്ടുണ്ട്. NICUവിലൊക്കെ ഉള്ള വൃത്തി കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. അതായത് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കുന്ന കാണാം. NICU പ്രൊസീജിയേഴ്സ് ഒക്കെ അവർ ചെയ്യും. നമ്മൾ ഫോട്ടോതെറാപ്പി ചെയ്യാനാണ് പോകുന്നതെങ്കിൽ നമ്മൾ കുട്ടീനെ അതിനകത്ത് വെക്കുന്നു, നമ്മൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എടുത്തിട്ട് വരുന്നു. അവർ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും, പക്ഷേ കുട്ടീനെ നമ്മളാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു സിസ്റ്റം പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്തായാലും ഈ പറയുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്കൊരു ഇഷ്ടക്കേട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആകെയുള്ള ഒരു നെഗറ്റിവിറ്റി എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയാം. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ കൂടുതലും പ്രായമായിട്ടുള്ള, എൻ്റെ ഫസ്റ്റ് ഡെലിവറിൻ്റെ സമയത്ത് പ്രായമായിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് അവരുടെ പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീൻ്റെ കാര്യത്തിൽ കുറച്ച് റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർമുല ഫീഡ് കൊടുക്കാൻ അവർ സമ്മതിക്കത്തേയില്ല, കുപ്പിയിൽ കൊടുക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് പാലില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കുറേ പറഞ്ഞെങ്കിലും എൻ്റെ പീഡിയാട്രീഷ്യൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഡെലിവറി ആയപ്പോഴത്തേക്കും മെഡിക്കൽ കോളേജ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി, കുട്ടികൾ പഠിക്കാൻ വരുന്ന രീതിയിലേക്കുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫസർമാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഡോക്ടർ ആണ് ഞാൻ കാണിക്കേണ്ട വന്ന പീഡിയാട്രീഷ്യനായിട്ട്. അദ്ദേഹം എനിക്ക്, ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ എൻ്റെ സെക്കൻഡ് ബേബിക്കും എനിക്ക് മുലപ്പാൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര കുറവാണ് ഉണ്ടാവാറ്. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, ഓക്കെ നിങ്ങൾ ഫോർമുല ഫീഡ് കൊടുക്കുക, ഒരു 2 ദിവസത്തേക്ക് കൊടുക്കുക, അപ്പോഴത്തേക്കും പാലായിക്കോളും. അപ്പോൾ എൻ്റെ കുട്ടിക്ക് വിശന്നിരിക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റത്തെ കേസിൽ എൻ്റെ കുട്ടി നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു, ട്രിപ്പ് ഇടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്ന ഹോസ്പിറ്റലിൻ്റെ പ്രശ്നമല്ല, ഡോക്ടർമാരുടെ അവരുടെ ആ ഒരു ചിന്താഗതിൻ്റെ ഡിഫറൻസ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ ചിന്താഗതിയിൽ എന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിഷമം വന്നിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ കൊച്ചു കിടന്ന് വിശന്ന് കരയുമ്പോൾ അത് നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതെനിക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം, എനിക്ക് കമ്പൽ ചെയ്യാം, അല്ലെങ്കിൽ ആളെ മാറ്റാം. പക്ഷെ അന്നത്തെ എൻ്റെ ഒരു നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സിറ്റുവേഷനിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നൊരു
മൂഡോ മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സഫർ ചെയ്തു. പിന്നീട് എൻ്റെ നല്ല ബുദ്ധിക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് ആക്ച്വലി ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ സെക്കൻഡിന് ഞാൻ ആക്ച്വലി ഇത് പറയണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പക്ഷേ ഡോക്ടർ തന്നെ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ ഫോർമുല ഫീഡ് കൊടുക്കാൻ പറഞ്ഞു. ചില വ്ളോഗേഴ്സൊക്കെ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അതായത് ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ അതൊരു തെറ്റിദ്ധാരണ വരുത്തലാണ്. ഇനിയിപ്പോൾ ആ ഒരു 500 രൂപ മാസം എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ഒരു 500 രൂപ കൊടുക്കാനില്ലാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കെയർ കിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മനോഭാവം പലരും നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരു വേദി കിട്ടിയത്. എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു കഥ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.